ഈ വ്യാജ വോട്ടർമാരുടെ ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. ബൂത്തിലിരിക്കുന്ന ഞങ്ങളുടെ ബൂത്ത് ഏജന്റുമാരുടെ കയ്യിലുണ്ട്. ആ വോട്ടർമാരെ വോട്ട് ചെയ്യാൻ അനുവദിക്കില്ല. വോട്ട് ചെയ്യാൻ വ്യാജ വോട്ടർമാർ വരാതിരിക്കുന്നതാണ് നല്ലത്. UDF ആ പ്രവർത്തകരും വോട്ട് ചെയ്യാൻ ബൂത്തുകളിലേക്ക് വരരുത്. വന്നാൽ അനുവദിക്കുന്ന പ്രശ്നമില്ല. ടൗണിലെ ഒരു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് BJPയിൽ നിന്ന് ഇതിനകം തന്നെ പണം പറ്റി എന്നാണ് അറിയുന്നത്. ഇത്തരത്തിൽ പരസ്പരം പണം കൊടുത്ത് വലിയ തോതിലുള്ള വോട്ട് വിലക്ക് വാങ്ങിക്കലാണ് ഇപ്പൊ BJPയും കോൺഗ്രസും ഏറ്റവും അവസാന ഘട്ടത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വ്യാപകമായി UDF പണം കൊടുക്കുന്ന ഒരു പഞ്ചായത്താണ് രായി. അത് ഇലക്ഷൻ കമ്മീഷന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ഇന്നും നാളെയുമായി വളരെ ജാഗ്രതയോടുകൂടി ഇടപെടണം എന്നുള്ളതാണ് ആവശ്യം. അപ്പൊ ഇന്നും നാളെയും ഈ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് വിജയം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ തെറ്റായ മാർഗങ്ങളും BJPയും UDFും സ്വീകരിക്കും. വ്യാജ വോട്ടർമാരുടെ കാര്യം ഞാൻ ഇതിനു മുമ്പ് തന്നെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതാണ്. വ്യാജ വോട്ടർമാർ നാളെ ബൂത്തിൽ വോട്ട് ചെയ്യാൻ പാടുള്ളതല്ല. ഞങ്ങളുടെ ബൂത്ത് ഏജന്റുമാർ ഈ വ്യാജ വോട്ടർമാരുടെ ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. ബൂത്തിലിരിക്കുന്ന ഞങ്ങളുടെ ബൂത്ത് ഏജന്റുമാരുടെ കയ്യിലുണ്ട്. ആ വോട്ടർമാരെ വോട്ട് ചെയ്യാൻ അനുവദിക്കില്ല. ഇലക്ഷൻ കമ്മീഷൻ ഇടപെടാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കളക്ടർ അതിന്റെ ഭാഗമായി ഞങ്ങൾ നടത്തിയ കളക്ടറേറ്റ് മാർച്ചിന്റെ ഭാഗമായി കൊടുത്ത മെമ്മോറാണ്ടം സമർപ്പിക്കുന്ന വേളയിൽ കളക്ടർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വോട്ട് ചെയ്യാൻ വ്യാജ വോട്ടർമാർ വരാതിരിക്കുന്നതാണ് നല്ലത്. കളക്ടർ തന്നെ ഇതിനകം വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ വോട്ടുകളെല്ലാം വ്യാജമായി ചേർത്തിയത് ക്രിമിനൽ കുറ്റമാണ്. അപ്പൊ ക്രിമിനൽ കുറ്റമായതുകൊണ്ട് തന്നെ UDF ആ പ്രവർത്തകരും വോട്ട് ചെയ്യാൻ ബൂത്തുകളിലേക്ക് വരരുത്. വന്നാൽ അനുവദിക്കുന്ന പ്രശ്നമില്ല. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ ബന്ധപ്പെട്ട ഇലക്ഷൻ കമ്മീഷനും പോലീസ് ഉദ്യോഗസ്ഥന്മാരും ജാഗ്രതയോടുകൂടി ഇരിക്കണം എന്നുള്ളതാണ് ഇതിന്റെ ഭാഗമായി പറയാനുള്ളത്. മറ്റൊന്ന്, BJPയും കോൺഗ്രസിന്റെ ഡീലിന്റെ ഭാഗമായി BJPയെ ജയിപ്പിക്കാനുള്ള ഇടപെടലാണ് ഈ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അല്ലെങ്കിൽ UDF അവലംബിച്ചു വരുന്നത്. അതുകൊണ്ടാണല്ലോ ഞാനിപ്പോ ഇവിടെ പറഞ്ഞത് ബ്ലോക്ക് കോൺഗ്രസിന്റെ പ്രസിഡന്റ് തന്നെ പണം വാങ്ങിക്കുന്നതായിട്ടുള്ള അറിവുള്ളത്. ഇപ്പൊ പേരൊന്നും വ്യക്തമാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ വാങ്ങിയിട്ടുണ്ട് എന്നുള്ളത് വസ്തുതാപരമാണ്. അതുകൊണ്ട് BJPയെ ജയിച്ചാൽ ഉണ്ടാകാൻ പോകുന്ന വേറെ പ്രശ്നമൊന്നുമില്ല. ഇവിടെ ഉണ്ടാകാൻ പോകുന്ന പ്രശ്നം നമ്മൾ മുന്നേ കണ്ടതാണ്. മുനിസിപ്പാലിറ്റി ഭൂരിപക്ഷം കിട്ടി BJP അധികാരത്തിൽ വന്നപ്പോ മുനിസിപ്പാലിറ്റിന്റെ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ശ്രീറാം എന്നെഴുതിയ പതാക പ്രദർശിപ്പിച്ചിരുന്നു. അതിനെതിരെ സമരം ചെയ്യാൻ വേണ്ടി മുതിർന്ന യൂത്ത് കോൺഗ്രസുകാരെ സമരം ചെയ്യരുത് എന്ന് പറഞ്ഞ് വിലക്കിയ ആളാണ് ഷാഫി പറമ്പി. അപ്പോ അത് ആ ഒരു അവസ്ഥാവിശേഷം സൃഷ്ടിച്ചതിൽ ഈ മണ്ഡലത്തിലെ കോൺഗ്രസിനും ഷാഫിക്കും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വമുണ്ട്. അതുകൊണ്ട് BJP ജയിച്ചാലും കോൺഗ്രസ് ജയിച്ചാലും ഒരു ഭാഗത്ത് RSS കുറഞ്ഞതുള്ളൂ. കോൺഗ്രസ് ജയിച്ചാൽ ജമാഅത്തെ ഇസ്ലാമിയും SDPഐയും ഈ മണ്ഡലത്തിൽ കുറഞ്ഞത്. പൊതുവെ ഈ രണ്ട് മുന്നണികളുടെ വിജയ സാധ്യതയില്ലെങ്കിലും അങ്ങനെ ഒരു അവസ്ഥാവിശേഷം സാഹചര്യം ഉണ്ടായാൽ വർഗീയ ഭ്രാന്തന്മാരുടെ കയ്യിലേക്ക്
ഈ മണ്ഡലത്തെ കൊണ്ടെത്തിക്കും എന്നുള്ളതാണ് ഇപ്പോ നാം കാണുന്ന ഒരു സ്ഥിതിവിശേഷം. ആ ഒരു സാഹചര്യം ഇല്ലാതാകണമെങ്കിൽ നമുക്കറിയാം, വട്ടിയൂർക്കാവ് മാതൃകയിൽ ഞങ്ങൾ എപ്പോഴെല്ലാം ജയിച്ചിട്ടുണ്ടോ അപ്പോഴെല്ലാം 3ാം സ്ഥാനത്തേക്ക് ഈ മണ്ഡലത്തിലേക്ക് BJP പോയിട്ടുണ്ട്. കൊണ്ട് മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന ജനാധിപത്യം തകരാതിരിക്കണമെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ മണ്ഡലത്തിൽ ശക്തമായ വിജയം ഉണ്ടാക്കിയെടുക്കാൻ വോട്ടർമാർ തയ്യാറാവണം. അതോടൊപ്പം തന്നെ രണ്ട് വർഗീയതയെയും അകറ്റി നിർത്താൻ ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന്റെ വിജയം അനിവാര്യമാണ്. ആ വിജയക്കുതിപ്പിലേക്കാണ് ഈ മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പിലൂടെ LDF കരസ്ഥമാക്കാൻ പോകുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളോട് ഇന്ന് ഈ സുപ്രഭാതം സിറാജ് തുടങ്ങിയ ദിനപത്രങ്ങളിൽ LDFന്റെ ഒരു പരസ്യം വന്നത്. അതായത് ഈ സന്ദീപ് വാര്യരുടെ പഴയകാല പ്രസ്താവനകൾ അദ്ദേഹം ഈ RSSന്റെ വേഷം ധരിച്ച് നിൽക്കുന്നതൊക്കെയാണ്. അപ്പൊ ഇത് മുസ്ലിം വോട്ടുകൾ സ്വാധീനിക്കാനും ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ചർച്ചയാക്കാനുള്ള ആക്ഷേപമാണ്. പിന്നെ ഈ കാഫിർ സ്ക്രീൻഷോട്ടിന്റെ ഗ്ലോറിഫൈഡ് വെർഷനാണെന്നൊക്കെ ഷാഫി പറമ്പിൽ ആരോപിച്ചു. യഥാർത്ഥത്തിൽ ഷാഫി പറമ്പിലിന് നിരതെറ്റിരിക്കുകയാണ്. കാരണം ഇന്നലത്തെ LDFന്റെ പൊട്ടിക്കലാശം കഴിഞ്ഞതോടുകൂടി UDF ക്യാമ്പിലും BJP ക്യാമ്പിലും വല്ലാത്ത ഒരു വിരല് പിടിച്ച ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് പരസ്യം കൊടുത്തതിനെ മറ്റൊരു ദിശയിലേക്ക് തിരിച്ചുവിടാനുള്ള ഒരു നീച ശ്രമം ഉണ്ടല്ലോ, ഒരു കുബുദ്ധി. അത് കോൺഗ്രസിന്റെ ഷാഫിക്കല്ലാതെ മറ്റാർക്കും ഉണ്ടാകാൻ സാധ്യതയില്ല. ഞങ്ങളുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ പറഞ്ഞ പത്രങ്ങളിലെല്ലാം പരസ്യം കൊടുത്തവരാണല്ലോ. ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിലും മാതൃഭൂമിക്ക് പരസ്യം കൊടുത്തിട്ടുണ്ട്, ഹിന്ദുവിന് പരസ്യം കൊടുത്തിട്ടുണ്ട്, സിറാജിന് പരസ്യം കൊടുത്തിട്ടുണ്ട്, സുപ്രഭാതത്തിന് പരസ്യം കൊടുത്തിട്ടുണ്ട്. എന്താ തെറ്റ്? ഈ നാട്ടിൽ ദൈനംദിന വാർത്തകൾ എത്തിക്കുന്ന പത്രങ്ങളിലെ ഇതെല്ലാം അത് പരസ്യം കൊടുത്താൽ എങ്ങനെയാ വർഗീയതയാവുന്നത്, അല്ലെങ്കിൽ അത് തെറ്റായ ഒരു കാര്യമായിട്ട് മാറുന്നത്? മാത്രമല്ല, സന്ദീപ് വാര്യറിന്റെ പ്രത്യേകം കാര്യങ്ങൾ അതിൽ സൂചിപ്പിച്ചു എന്നാണ് പറയുന്നത്. സന്ദീപ് വാര്യർ പറഞ്ഞ കാര്യങ്ങളല്ലേ നിഷേധിക്കാൻ പറ്റുമോ? കോൺഗ്രസിലേക്ക് വരുമ്പോ മിനിമം അത് ഡിലീറ്റ് ചെയ്യാനുള്ള ബുദ്ധിയെങ്കിലും ഈ RSSകാരൻ ഉണ്ടാവണ്ടേ? അപ്പൊ അതില്ലാത്തത് ബുദ്ധികേടല്ല, RSSൽ നിന്നുകൊണ്ട് തന്നെ കോൺഗ്രസിൽ പ്രവർത്തിക്കും. മൊത്തത്തിൽ പിന്നീട് കോൺഗ്രസിന്റെ പ്രധാനികളെ RSSന്റെ ശാഖയ്ക്ക് കാവൽ നിന്ന ആളെയും ഗോൾവാൾക്കറിന്റെ സ്മരണീയ ദിനത്തിന് വിളക്ക് കൊടുത്ത ആളെയും മൊത്തമായി അങ്ങോട്ടേക്ക് കൂട്ടിയിട്ട് പോവാം എന്നതാണ്. അദ്ദേഹം ഇതേവരെ RSSനെ തള്ളി പറഞ്ഞിട്ടില്ല. മാത്രമല്ല, അറിയാൻ കഴിഞ്ഞത് അദ്ദേഹത്തിന്റെ അമ്മയ്ക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട്, ഒരു കാലത്തും RSS വിട്ടുപോകില്ല എന്ന്. സ്വാഭാവികമായും RSSകാരനായ സന്ദീപ് വാര്യർ BJPയിൽ നിന്ന് പ്രവർത്തിക്കുമ്പോ എന്തെല്ലാം വർഗീയ വിഷമാണ് ഈ സമൂഹത്തിൽ ചീറ്റിയത് നമുക്ക് എല്ലാവർക്കും അറിയാലോ. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് കുറിപ്പുകളിൽ, വീഡിയോകളിൽ എല്ലാം ഈ നാട് ശ്രദ്ധിച്ചതാണ്. ആ കാര്യം മാത്രമാണ് ഞങ്ങൾ ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. അല്ലാതെ ഞങ്ങൾ, അതായത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, പ്രത്യേകമായി ഏതെങ്കിലും ഒരു ആരോപണം കൊണ്ടുവരികയോ അല്ലെങ്കിൽ സന്ദീപ് വാര്യർ പറയാത്ത കാര്യങ്ങളെ പൊതുസമൂഹത്തിൽ അയാൾ പറഞ്ഞുവെന്ന് തെറ്റായി അവതരിപ്പിക്കുകയോ ഞങ്ങൾ ചെയ്തിട്ടില്ല. അതാണ് അതിന്റെ വസ്തുത. അതിന് ഷാഫിക്ക് ഇത്ര വിരൽ പിടിക്കുന്ന ഒരു കാരണം തോൽക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ്. ഏതോ ഒരു പ്രദേശത്തുനിന്ന് അദ്ദേഹത്തിന്റെ ശിഷ്യത്വം സ്വീകരിച്ച് പിൻഗാമിയായി ഇങ്ങോട്ട് വന്നാൽ തോറ്റുപോകുമെന്നുള്ള ഒരു വേവലാതിയിലാണ് ഈ പിച്ചും പേരെല്ലാം പറയുന്നത് ഷാഫി. അതിനെയൊന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല എന്നാണ് തോന്നുന്നത്. പ്രശ്നം എന്താ വെച്ചാല് ഹിന്ദു അടക്കമുള്ള പത്രങ്ങളിൽ നിന്ന് CPMന്റെ പരസ്യമുണ്ട്. പക്ഷേ മുസ്ലിം മാനേജ്മെന്റിന് 2 പത്രങ്ങൾ കൊടുത്ത പരസ്യത്തിൽ മാത്രമേ ഈ സന്ദീപ് വിഷയമുള്ളൂ എന്നുള്ളതാണ്. അതൊരു തരത്തിൽ പറയുന്ന വർഗീയതയില്ല,
സുരക്ഷിതത്വമൊക്കെ വേണ്ടി വാദിക്കുന്ന CPM തന്നെ ഈ രീതിയിൽ പെരുമാറുന്നു എന്നാണ് ആക്ഷേപം. ഇല്ല, മനോരമ ചാനൽ കാര്യത്തിൽ ചോദിക്കുന്ന എനിക്കറിയാം. കാരണം മനോരമയ്ക്ക് ഞങ്ങൾ പരസ്യം കൊടുത്തിട്ടില്ല. അതിന് കാരണമുണ്ട്. കാരണം എന്താ ചോദിച്ചാൽ മനോരമയ്ക്ക് കൊടുക്കില്ല. കാരണം ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, മനോരമ ഈ ഉപതെരഞ്ഞെടുപ്പിൽ UDF-ന്റെ ഇലക്ഷൻ നോട്ടീസ് ആയിട്ടാണ് പ്രവർത്തിച്ചത്. അപ്പൊ അതിന്റെ ഒരു വേദന നിങ്ങൾക്കുണ്ട് എന്ന് എനിക്കറിയാം. അതവിടെ ഇരിക്കട്ടെ. മറ്റൊന്നെന്താ ചോദിച്ചാൽ, ഞാൻ ചോദിക്കട്ടെ, ഞങ്ങൾ എന്ത് പരസ്യം കൊടുക്കണമെന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് തീരുമാനിക്കുന്നത്. അതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് എന്ത് പരസ്യം കൊടുക്കണമെന്ന് ഞങ്ങൾ തീരുമാനിക്കുക. അല്ലാതെ ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തെ ലക്ഷ്യം വെച്ചിട്ടല്ല. ഞങ്ങൾ അവിടെ ചെയ്തിട്ടുള്ളത് സന്ദീപ് വാര്യർ എന്ന് പറയുന്ന ഈ ഇപ്പോ RSS നിന്നുകൊണ്ട് തന്നെ കോൺഗ്രസിൽ പ്രവർത്തിക്കാൻ എത്തിച്ചേർന്നിട്ടുള്ള ഇദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങളൊന്നും പുതിയതായിട്ട് പറഞ്ഞിട്ടില്ല. ഞങ്ങളൊരു പുതിയ കാര്യം എഴുതി ചേർത്തിട്ടില്ല. ആ കാര്യം മാത്രമേ ചേർത്തിട്ടുള്ളൂ. അത് നിങ്ങളുടെ വ്യാഖ്യാനം തെറ്റായ വ്യാഖ്യാനമാണ്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് പലപ്പോഴും ഞങ്ങൾ പരസ്യം തന്നിട്ടില്ലേ? മനോരമ പത്രത്തിന്റെ മുതലാളി കമ്മ്യൂണിസ്റ്റുകാർ അധികാരത്തിൽ വന്നാൽ വിഷം കഴിച്ച് മരിക്കുമെന്ന് പറഞ്ഞ ഒരു പത്ര മുതലാളി ഉണ്ടായിരുന്നല്ലോ. ഞങ്ങൾ അവർക്ക് പരസ്യം കൊടുത്തിട്ടില്ലേ? ഏതെങ്കിലും മാനേജ്മെന്റ് എന്ന് നോക്കിയിട്ടാണ്? നിങ്ങളുടെ വ്യാഖ്യാനമാണ്. അതായത് നിങ്ങൾ UDF-ന് വേണ്ടി ശബ്ദിക്കുന്നു അല്ലെങ്കിൽ സംസാരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് വ്യക്തമാക്കുന്നത്. അല്ലെങ്കിൽ UDF-ന്റെ വക്താക്കളായി ഇവിടെ നിൽക്കുന്നു മനോരമ. അതാണല്ലോ ഈ കാലം അത്രയും തുടർന്ന്. ഇനിയും അത് തുടർന്നറിയാം. എനിക്ക് നല്ല ഉറപ്പുണ്ട്, നാളത്തെ ദിവസം നിങ്ങൾ പലതും ജില്ലാ കലകൾ കൊണ്ടുവരും. അത് ഞങ്ങൾ മുൻകൂട്ടി തന്നെ അറിഞ്ഞിട്ടുണ്ട്. കാരണം ചേലക്കര ഉപതെരഞ്ഞെടുപ്പിൽ നിങ്ങൾ നടത്തിയിട്ടുള്ള ഞങ്ങളുടെ പാർട്ടിയുടെ നേതാവിനെ എതിരെ കെട്ടിച്ചമച്ച കഥകൾ അവതരിപ്പിച്ചിട്ടുള്ള അതേ കഥകൾ നാളെയും പ്രതീക്ഷിക്കാം. ഞങ്ങളുടെ പാർട്ടിയിലെ പ്രവർത്തകർക്കും ഈ നാട്ടിലെ വോട്ടർമാർക്കും നല്ല ജാഗ്രതാ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എന്തും ചെയ്യാൻ മടിയില്ലാത്ത ഒരു കൂട്ടർ ഈ മാധ്യമ രംഗത്തുണ്ട്. ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്കതൊന്നും പ്രശ്നമല്ല. സന്ദീപ് പറഞ്ഞ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നതിലൂടെ സന്ദീപ് നേരത്തെ നടത്തിയ മുസ്ലിം വിദ്വേഷമൊക്കെയാണ് CPM പറഞ്ഞു വെക്കുന്നത്. ആ വിഭാഗത്തിനിടയിലെ വോട്ട് ഈ ഇത്തരം പ്രചരണം കൊണ്ട് സന്ദീപിനെ UDF-ൽ എടുത്തതിലൂടെ CPM-ലേക്ക് വരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, അതൊന്നുമല്ല ഞങ്ങളുടെ ഈ പ്രചരണത്തിന്റെ ഉദ്ദേശം. ഈ നാട്ടിലെ മതനിരപേക്ഷത നിലപാട് ഉയർത്തിപ്പിടിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രചരണത്തിന്റെ ഉദ്ദേശം. നിങ്ങൾ ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ വോട്ട് ലക്ഷ്യം വെച്ചിട്ടാണ് എന്ന് നിങ്ങൾ വരുത്തി തീർക്കാനുള്ള നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ചിട്ടല്ല ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ നാട്ടിലെ മതനിരപേക്ഷത ഉയർത്തുന്ന ശക്തമായ ആ കാര്യത്തിന് വേണ്ടി നിലപാട് സ്വീകരിക്കുന്ന രാജ്യത്തിലെ ഒരു പാർട്ടിയാണ് CPM എന്നുള്ളവർക്ക് ആരും അറിയാതെ തന്നെ അറിയാം. നിങ്ങൾക്കും അറിയാം. പക്ഷെ നിങ്ങളുടെ മാനേജിന് വേണ്ടി നിങ്ങൾ ചോദിക്കുന്നു. പക്ഷെ ദേശാഭിമാനിയിലെങ്കിലും ഈ പരസ്യം വന്നിരുന്നെങ്കിൽ അത്തരം ചോദ്യം വരും. ദേശാഭിമാനി എല്ലാ ദിവസവും ഞങ്ങളുടെ ഗംഭീരമായി 2 പേജ് പരസ്യം കാണില്ലേ നിങ്ങൾ? അല്ല, ഈ വിഷയം അല്ല, നിങ്ങൾ കാണില്ലേ? ഞങ്ങളുടെ മാനിഫെസ്റ്റോ വന്നിട്ട് ദേശാഭിമാനിയിൽ എല്ലാ ദിവസവും 2 മറ്റേ പേജുകളാണ് ഇതിനു വേണ്ടി മാത്രം നോക്കി വെച്ചിട്ടുള്ളത്. നിങ്ങൾ ദേശാഭിമാനിയെ കുറിച്ച് സങ്കടപ്പെടണ്ട. സങ്കടപ്പെടാൻ ഞങ്ങളുണ്ട്. CPM-ന്റെ മുഖപത്രം എന്ന നിലയ്ക്ക് ഞങ്ങൾ അതിനോട് ദുഃഖിച്ചോളാം കേട്ടാ. ഇപ്പോഴെങ്കിലും നിങ്ങൾക്ക് അതിനൊരു മനസ്സുണ്ടായില്ല. അതിന് കാര്യമില്ല. അതിപ്പോ അന്ന് സ്വീകരിക്കുന്ന ദിവസം തന്നെ സത്യത്തിൽ ഞാൻ പരിഹസിച്ച് പറയുന്നതല്ല, സുധാകരൻ ആർക്കാണ് ഷാളിട്ടത് എന്ന് സത്യത്തിൽ മനസ്സിലായിട്ടില്ല. മനസ്സിലായില്ലേ? സുധാകരന് ആ വേദിയിൽ ആർക്കാണ് ഷാളിട്ടത് എന്ന് അദ്ദേഹം വ്യക്തമാക്കില്ല. കാരണം ഈ സന്ദീപ് വാര്യറിനെ അങ്ങനെ നേരിട്ട് കണ്ട് പരിചയം ആർക്കില്ല, സുധാകരനില്ല. അദ്ദേഹം ആകെ TV കാണുമ്പോഴാണ് ഇദ്ദേഹത്തിന്റെ മുഖം എപ്പോഴെങ്കിലും ചർച്ചയിൽ കാണുന്നത്. ഞാൻ അറിഞ്ഞ കാര്യം കേട്ടോ. അവരുടെ ചില ആളുകള് നമ്മളോട് ബന്ധമൊക്കെ ഉണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ട്. മറ്റേ കൈ കൊടുക്കാത്ത ബന്ധം പോലെയല്ല. നമ്മളെല്ലാ പാർട്ടിക്കാരുമായിട്ട് ബന്ധമുള്ള ആളുകളാണ്, ഒരു സൗഹൃദമുള്ള ആളുകളാണ്. അവനവന്റെ നിലപാടിൽ നിന്നുകൊണ്ട് തന്നെ നമ്മള് ഒരു നിലപാടുള്ളതുകൊണ്ട് വേറെ കൈ കൊടുക്കാതെയും മുഖം പൂർപ്പിച്ചിരിക്കുന്ന ഒരു രീതിയില്ല. അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അതുകൊണ്ട് ഈ കാര്യത്തിൽ സന്ദീപ് വാര്യറിനാണോ ഇയാള് ഷാളിട്ടത് എന്ന് സത്യത്തിൽ ഇപ്പോഴും ആർക്കും മനസ്സിലായിട്ടില്ല. KPCC-യുടെ പ്രസിഡന്റ് K. സുധാകരൻ മനസ്സിലായിട്ട് നിങ്ങൾ വേണമെങ്കിൽ ചോദിച്ചു നോക്കൂ. നിങ്ങൾ വെറുതെ ഒന്ന് ചോദിച്ചു നോക്കൂ. അയാൾക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല ഈ കക്ഷി ഇവിടെ വന്നിട്ടുണ്ട്. അതാണ് അതിന്റെ ഒരു വസ്തുത. പിന്നെ VD സതീശൻ ഞാനറിഞ്ഞത് എന്താ ചോദിച്ചാൽ അത് പറയാൻ പാടുള്ളൂ എന്നറിയില്ല. എങ്കിലും ഞാൻ പറഞ്ഞാളെ,
അതായത് സന്ദീപ് ഈ തെരഞ്ഞെടുപ്പ് കഴിയട്ടെ, ഇവൻ കൊണ്ടുവന്നാണെങ്കിൽ ഞങ്ങൾ കൈകാര്യം ചെയ്ത് കാണിച്ചു തരാനുള്ള ഒരു മനസ്സിലായി. എവിടെന്നെങ്കിലും വന്നിട്ട് ഇവിടെ വന്നിട്ട് ഒരുത്തനെ സ്വീകരിക്കുക ആളാവാൻ വേണ്ടിയിട്ട്, പിന്നെ അത് കഴിഞ്ഞിട്ട് ഇയാളെ ആരെ സംരക്ഷിക്കണം നോക്കട്ടെ ഈ ജില്ലയിൽ നിന്നാണ് ചില ആളുകൾ ഒരു എന്താ പറയാ പ്രസ്താവന ഇറക്കി. അറിയാണ്ട് പരസ്യ പ്രസ്താവനയല്ല, മർമറിംഗ് പ്രസ്താവന അറിയില്ല, അത് ഇറക്കിയിട്ടുണ്ട്.